രാഹുൽ ഗാന്ധിക്കെതിരായ ഒരു പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? പൊളിറ്റിക്കൽ DNA എന്നാണോ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിച്ചത്? ആ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ആ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നു. പൊളിറ്റിക്കൽ DNA എന്ന് തന്നെയാണല്ലോ അതിൻ്റെ ഉദ്ദേശം. കാരണം ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തി, ദേശീയ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതനായൊരു നേതാവ്, അദ്ദേഹം ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന, മൊത്തത്തിൽ ഇന്ത്യ മുന്നണി ഇവിടെ ഇലക്ഷൻ പ്രൊപ്പഗണ്ടയിലെ 1-ാം നമ്പറായി എടുത്തിട്ടുള്ളത് സംസ്ഥാനത്തെ, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ, ദേശീയ നേതാക്കളെ, പ്രതിപക്ഷ കക്ഷി നേതാക്കളെ എല്ലാവരെയും കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുന്നു എന്ന വലിയ ഒരു ഇലക്ഷൻ പ്രൊപ്പഗണ്ട ഒരു മെയിനായിട്ട് നമ്മൾ രാജ്യത്ത് നടക്കുകയാണ്. ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ഒരു വ്യക്തി വന്നിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെ എന്താണ് ED അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിച്ചാൽ അതിനർത്ഥം എന്താ? അത് പൊളിറ്റിക്കൽ പാപ്പരത്താണ്. സ്വാഭാവികമായും ഇത് കേൾക്കുന്ന മനുഷ്യർ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെക്കുറിച്ച് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെ DNA പരിശോധിക്കണം എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പക്ഷേ നമ്മൾ ഈ പിതൃത്വം, DNA പരിശോധിക്കണം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനൊരു പൊളിറ്റിക്കലി ഒരു പ്രശ്നം കൂടിയുണ്ട്. മാത്രവുമല്ല, ഇതൊരു വ്യക്തിയെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അങ്ങനെ കൂടി കാണേണ്ടതല്ലേ? അല്ല, അങ്ങനെ ഒരിക്കലും കാണേണ്ടതില്ല. ഇത് ബയോളജിക്കൽ DNA എന്ന് ആരാ പറഞ്ഞത്? ഒരു പൊളിറ്റിക്കൽ DNAയെക്കുറിച്ച് അത് ഈ കേരളത്തിലെ, ഇന്ത്യയിലെ ജനങ്ങളത് പരിശോധിക്കണം എന്ന് പറയുമ്പോൾ അത് അപ്പൊരായുധമാക്കുകയാണ്. ഇതാണല്ലോ ഇവിടുത്തെ കോൺഗ്രസും UDFും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ പെട്ടെന്ന് ബയോളജിക്കൽ DNA ആക്കി മാറ്റിയിട്ട് ആ പിതൃത്വത്തെ ഞാൻ ചോദ്യം ചെയ്തു എന്ന ഒരു തരംതാണ നിലവാരത്തിലേക്ക് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് തന്നെയാണ് കൊണ്ടുപോയത്. ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ബയോളജിക്കൽ DNAയെക്കുറിച്ച് ഒരു സംശയമില്ല. അത് കോൺഗ്രസ്സിലെ ആളുകൾക്കുണ്ടെങ്കിൽ അത് അവർ പറയേണ്ടതാണ്. ആ രീതിയിൽ സത്യത്തിൽ രാഹുൽ ഗാന്ധിയെ കുടുംബപരമായിട്ട് അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോയതാരാ? കോൺഗ്രസ് നേതൃത്വമാണ്. അതിന് എന്നെ ചാരാൻ വന്നിട്ട് കാര്യമില്ല. UDF പ്രധാനമായും പറയുന്നത് എന്തും പറയുന്ന നേതാവായി അൻവർ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ല, എന്തും പറയുന്ന നേതാവല്ല. ഇപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുക, ഈ ഒരു തരത്തിലൊരു പ്രസ്താവന നടത്തിയാൽ എന്തും പറഞ്ഞിട്ടാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത്? വയനാട്ടിൽ അദ്ദേഹം മത്സരിക്കാൻ പാടുണ്ടോ? രാഷ്ട്രീയ ധാർമ്മികത ഒരംശം അദ്ദേഹത്തിൽ ബാക്കിയുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഘടകകക്ഷി സംവിധാനത്തിലെ ഒരു ഘടകകക്ഷിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ കേരളം ഒഴിച്ചുള്ള എല്ലാ സംസ്ഥാനത്തും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുമിച്ചാണ് ഇന്ത്യ മുന്നണിയിലുള്ളത്. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും ആർക്കെതിരെ മത്സരിക്കുന്നത്? ആരാ? D രാജ ഈ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. അതിലെ മഹിളകളുടെ ഒരു അഖിലേന്ത്യാ നേതാവാണല്ലോ ഈ പറയുന്ന ആനി രാജ. അവർ മത്സരിക്കുന്ന, മാത്രമല്ല അവർ ഈ ദേശീയ സമരത്തിൽ അതിശക്തമായി പങ്കെടുത്ത ആളാണ്. ഈ പറയുന്ന പൗരത്വ ഭേദഗതി ബില്ലിൽ ജയിലിൽ പോയിട്ടുള്ള ആളാണ്. മണിപ്പൂർ വിഷയത്തിൽ പോയി അവിടെ പോയിട്ട് രാജ്യത്തിനെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞ് UAPA ചുമത്തപ്പെട്ടിട്ടുള്ള ആളാണ്. ഇങ്ങനെയൊക്കെ ഉള്ളൊരു നേതാവ് മത്സരിക്കുന്നൊരു സ്ഥലത്ത് എന്തടിസ്ഥാനത്തിൽ, എന്ത് ധാർമ്മികതയിലാണ് അദ്ദേഹം ഒന്ന് മത്സരിക്കുന്നത്? ഇങ്ങോട്ട് വരുന്നതിൻ്റെ തൊട്ട് വയനാട്ടിലേക്ക് അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിൻ്റെ 2 ആഴ്ച മുമ്പാണ് ബീഹാറിലെ വലിയ ഒരു ഇന്ത്യ മുന്നണി സമ്മേളനം നടന്നത്, അല്ലേ? നിതീഷ് കുമാർ ഈ മുന്നണിയെ ചതിച്ച് അപ്പുറത്ത് പോയി അതിനെ നേരിടാൻ വേണ്ടി ഇന്ത്യ മുന്നണി ബീഹാറിൽ നടത്തിയ മഹാസമ്മേളനത്തിൽ ഒരു കയ്യിൽ യെച്ചൂരിയും വലത് കയ്യിൽ D രാജയും പിടിച്ച് ഇന്ത്യ മുന്നണി സിന്ദാബാദ് എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി പിന്നെ വന്നിട്ട് മത്സരിക്കുന്നത് എവിടെയാണ്? ഈ വയനാടിൽ ഈ RSSനെതിരെ, BJPക്കെതിരെ എന്നും ശക്തമായ നിലപാടെടുത്ത, രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ ഈ ബില്ല് പാസ്സാക്കും, പൗരത്വ ഭേദഗതി ബില്ല് പാസ്സാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരു മണിക്കൂറിനകം ഒന്നും ആലോചിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷത്തിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ സമയമുണ്ടായില്ല. 1 മണിക്കൂറിനുള്ളിൽ ഇത് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്.